നമുക്ക് ജീവിതത്തിൽ ഒരാളെ നമ്മളെ ശത്രുവാക്കണമെങ്കിൽ നമ്മൾ അയാളെ പിടിച്ച് തല്ലിയാലോ അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഒരു പൊട്ട കാര്യം ചെയ്താലോ അല്ലെങ്കിൽ അയാളെക്കുറിച്ച് 10 വേണ്ടാത്തരം പറഞ്ഞു നടന്നാലോ അങ്ങനെയൊന്നും ചെയ്താലൊന്നും പെട്ടെന്ന് ഒരാൾ നമ്മളെ ശത്രുവാവില്ല. നമുക്കൊരാളെ നമ്മളെ ശത്രുവാക്കണമെങ്കിൽ നമ്മളയാളെ നമ്മുടെ കയ്യിലുള്ള കാശ് കടം കൊടുത്ത് സഹായിച്ച് ആ കാശ് നമ്മൾ തിരിച്ചു ചോദിച്ചാൽ പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ശത്രു നമ്മൾ കാശ് കടം കൊടുത്ത നമ്മുടെ ഉറ്റ സുഹൃത്തോ അല്ലെങ്കിൽ നമ്മളുടെ കൂട്ടക്കാരോ കുടുംബക്കാരോ നാട്ടുകാരൊക്കെ ആവും. മനസ്സിലായോ? അങ്ങനെയാണ് നമ്മൾ ശരിക്കൊരു ശത്രുവിനെ ഉണ്ടാക്കുക. ഇത് ഞാൻ പറയാൻ കാരണം ഇന്നലെ ഓൾമോസ്റ്റ് എല്ലാ ചാനലിലും എല്ലാ സോഷ്യൽ മീഡിയയിലും ചർച്ചയായിട്ടുള്ള ഒരു കാര്യമാണ് ബാദുഷ വേഴ്സസ് ഹരീഷ് കണാരൻ. ഹരീഷ് കണാരൻ കുറച്ച് കാശ് ബാദുഷയ്ക്ക് കടമായിട്ട് കൊടുക്കുന്നു. പിന്നെ കടം കൊടുത്ത പൈസ തിരിച്ച് കിട്ടാത്തൊരവസ്ഥ ഹരീഷ് കണാരന് വരുന്നു. ഇത് ഹരീഷ് കണാരൻ ഇതിനു മുമ്പും പേര് പറയാതെ പ്രൊഡക്ഷൻ കൺട്രോളർ എന്നൊക്കെ പറഞ്ഞ് പേര് പറയാതെ 1-2 സ്ഥലങ്ങളിൽ പറയുന്നുണ്ടായിരുന്നു. അന്ന് തന്നെ കുറച്ച് ഗസ്സുകൾ വന്നിട്ടുണ്ടായിരുന്നു ഇറ്റ്സ് ബാദുഷ എന്നുള്ളത്. ഓക്കെ, ഈ ബാദുഷയാണ് ഹരീഷ് കണാരനെ കുറച്ച് വർഷം ഹാൻഡിൽ ചെയ്തിരുന്നത് സിനിമാ ഫീൽഡിൽ, അയാളുടെ ഡേറ്റ്സും കാര്യങ്ങളൊക്കെ. പിന്നെ അതിനിടയിൽ എങ്ങാണ്ട് ഒരു 6 ലക്ഷം തിരിച്ചു കൊടുത്ത ഒരു കഥയൊക്കെ ഇങ്ങനെ എയറിൽ കിടന്ന് കറങ്ങിയിട്ടുണ്ടായിരുന്നു. 20 ലക്ഷം കൊടുത്തിട്ട് പിന്നെ 6 ലക്ഷം തിരിച്ചു കൊടുത്തു, പിന്നെ ഒരു 14 ലക്ഷം എന്നുള്ള കണക്കുകളോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിടന്ന് കറങ്ങിയിരുന്നല്ലേ. എന്താണെങ്കിലും ഇന്നലെ ഹരീഷ് കണാരൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, എന്നിട്ട് ബാക്കി നോക്കാം. അല്ല, അത് നമ്മൾ അയാൾക്കൊരു അത്യാവശ്യം വന്ന സമയത്ത്, കാരണം എത്രയോ എനിക്ക് തോന്നുന്നൊരു 5 വർഷത്തോളം എൻ്റെ ഡേറ്റും പരിപാടിയൊക്കെ നോക്കിക്കൊണ്ടുവന്നത് ബാദുഷയായിരുന്നു. അപ്പം മൂപ്പർക്കൊരു അത്യാവശ്യം വന്നപ്പം, കാരണം നമ്മളായിട്ട് അത്രയും ക്ലോസ്സാണ്, നമ്മളെ വീട്ടിൽ വരുന്നത്, നമ്മൾ ഇവിടെ വന്നാൽ അയാളെ വീട്ടിൽ പോകുന്നത്, അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പം ഇയാളെടുത്ത് അപ്പം പെട്ടെന്ന് നമ്മൾ അന്ന് സൗബിനും ഞാനും ഉള്ള കള്ളൻ ഡിസൂസ എന്ന് പറഞ്ഞ പടം ഷൂട്ട് നടക്കുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, പെട്ടെന്നൊരു അത്യാവശ്യമായിട്ട് എനിക്കൊരു 20 ലക്ഷം വേണം, പിന്നെ ഒരാഴ്ചക്ക് എൻ്റെ ഉള്ളിൽ തിരിച്ചു തന്നോളാന്ന് പറഞ്ഞു. ഞാൻ അയാളെ പിന്നെ അത്രയും അത്യാവശ്യമാണ് എന്ന് പറഞ്ഞു. ഞാൻ അപ്പം തന്നെ ഞാൻ ബാങ്കിൽ വിളിച്ച് പറഞ്ഞ് ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. അവിടെ ബാദുഷ 20 ലക്ഷം ചോദിക്കുന്നു. നിങ്ങൾ ആലോചിക്കണം, 20 lakhs ആണ്. 2 ലക്ഷം 20,000 2,000 രൂപയല്ല, 20 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ആ 20 ലക്ഷം രൂപ ഹരീഷ് കണാരനും ബാദുഷയും തമ്മിൽ അന്നത്തെ ഒരു ബന്ധത്തിന് മുകളിൽ കൊടുത്തതാണെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധം എത്രത്തോളം ഡീപ്പാണെന്നുള്ളതാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇത് കേട്ടപ്പോൾ ആലോചിച്ചത്. കുറച്ച് വർഷം ഒരാളെ സിനിമാ ഫീൽഡിൽ ഒരാളെ ഹാൻഡിൽ ചെയ്യുന്നു. ഇപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളർ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ മാനേജർ, പല ചെല്ലപ്പേരിട്ട് വിളിക്കാം ഈ കാറ്റഗറി ഓഫ് ആളുകളെ. അതിൽ തന്നെ മോസ്റ്റ് മെജോറിറ്റിയും ഊടായ്പും തട്ടിപ്പും കാണിക്കുന്നവരാണ്. വളരെ കുറച്ച് പേരാണ് ഈ പ്രൊഡക്ഷൻ കൺട്രോളർ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ മാനേജർ എന്നൊക്കെ പറഞ്ഞ സ്കീമിൽ ഇരുന്നുകൊണ്ട് നല്ല രീതിയിൽ ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതോ അല്ലെങ്കിൽ ബാക്കി ആർട്ടിസ്റ്റുകളുടെ ആണെങ്കിലും സിനിമയുടെ ഒക്കെ ആണെങ്കിലും ഒരു വെൽബീയിങ്ങിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളോ, അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക, ഒരു ഞാനിതൊന്നും ചെയ്യില്ല, ഇനി ഞാൻ ഉടായ്പും തട്ടിപ്പും വെട്ടിപ്പും വേണ്ടെന്ന് ചിന്തിക്കുന്നവരുടെ എണ്ണമൊക്കെ വളരെ കുറവാണ്. ഈ പ്രൊഡക്ഷൻ കൺട്രോളർ, പ്രൊഡക്ഷൻ മാനേജർ, പ്രൊഡക്ഷൻ ഡിസൈനർ എന്നൊക്കെ പറഞ്ഞ ടീമുകൾക്ക് അവരാണ് സത്യത്തിൽ ഇതിനകത്ത് ഒരു ഡി ഗ്യാങ് എന്ന് പറയുന്ന പോലത്തെ ഒരു സെറ്റപ്പ്. ഓക്കെ, അവർ തീരുമാനിക്കും, അവർ എക്സിക്യൂട്ട് ചെയ്യും, അവരാണ് സത്യത്തിൽ ഇതിനകത്ത് കിടന്ന് കളിക്കുന്ന ഐറ്റങ്ങൾ. അപ്പോൾ ബാദുഷ ഒരു പ്രൊഡക്ഷൻ കൺട്രോളറാണ്, വെൽ നോൺ പ്രൊഡക്ഷൻ കൺട്രോളറാണ്. അപ്പോൾ ഹരീഷ് കണാറിനെ പോലുള്ള ഒരാളെ, ഹരീഷ് കണാറിനെ മാത്രമല്ല പല ആക്ടേഴ്സിനെയും ഹാൻഡിൽ ചെയ്തത് ബാദുഷയാണ്, ഇപ്പോഴും ഹാൻഡിൽ ചെയ്യുന്നത് ബാദുഷയാണ്. അപ്പോൾ ആ ഹാൻഡിൽ ചെയ്തത് ഒരു വർഷത്തിൻ്റെ കണക്കൊക്കെ ഇതിനകത്ത് ഹരീഷ് കണാരൻ പറയുന്നുണ്ട്. സോ ആ വർഷത്തിൻ്റെ കണക്ക് ഇത്രയും സിനിമകൾ ഇയാളിലേക്ക് എത്തിച്ച്, അല്ലെങ്കിൽ ഇത്രയും സിനിമയിൽ ഇയാളെ ഡോമിനൻ്റ് ആക്കി നിർത്തി അയാളുടെ, ഹരീഷ് കണാരൻ എന്ന് പറഞ്ഞ വ്യക്തിയെ നമുക്കറിയാം, ഒരു ടൈമിൽ മലയാള സിനിമയിൽ ഇയാളില്ലാത്ത സിനിമകൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, കാരണം ഇയാളെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്നത് തന്നെ ആ ടൈമിൽ എന്തായിരുന്നു വെച്ചാൽ ഒരു സെറ്റിൽ നിന്ന് വേറെ സെറ്റിലേക്ക്, ഒരു ടൈമിൽ അജു വർഗീസിനെ കുറിച്ചായിരുന്നു അങ്ങനെ പറഞ്ഞു കേട്ടിരുന്നത്. ജഗതി ശ്രീകുമാർ എന്ന് പറഞ്ഞുള്ള ലെജൻഡ്, ഓക്കെ, അദ്ദേഹത്തിന് പറ്റിയ ഒരു ഇൻസിഡൻറ്റും അവസ്ഥയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു വേക്കൻറ്റ് സ്പേസ് എപ്പോഴും മലയാളത്തിലുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് പലരെയും ഫിറ്റിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേക്ഷകരും നോക്കിയിട്ടുണ്ട്, സിനിമാ പ്രവർത്തകരും നോക്കിയിട്ടുണ്ട്. പക്ഷെ വന്നു പോയവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെയായിരുന്നു ഹരീഷ് കണാരനും. ഓക്കെ, ഒരേ പാറ്റേൺ, സിമിലർ കൈൻഡ് ഓഫ് ഡെലിവറി, ഒരേ സാധനം തന്നെ ഇങ്ങനെ ഡെലിവറി ചെയ്യുമ്പോൾ ആളുകൾക്ക് മടുക്കുമല്ലോ. അറിയില്ല, എന്താണെങ്കിലും വന്ന ടൈമിൽ, അയാൾ നിന്ന ടൈമിൽ ഇയാൾക്ക് ഒരുപാട് സിനിമകൾ ഉണ്ടായിരുന്നു, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. ആൻഡ് 20 ലക്ഷം ബാദുഷയ്ക്ക് കടം കൊടുക്കുന്ന രീതിയിൽ ഹരീഷ് കണാരന് ഒരു വളർച്ച വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് അയാളുടെ അധ്വാനമാണ്, അയാളുടെ ടാലൻറ്റിനുള്ള അയാൾക്കുള്ള പ്രൈസാണ്. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് അത്രയും വർക്കുള്ള ഒരാളായിരുന്നു ഹരീഷ് കണാരൻ എന്നുള്ളത്. അപ്പോൾ ആ വർക്ക് ഹരീഷ് കണാറിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഓബിയസ്ലി അയാൾ ഡീൽ ചെയ്തിട്ടുള്ള ബാദുഷ എന്ന് പറഞ്ഞ വ്യക്തി ഒരു പരിധി വരെ ചെയ്ത് കാണുമല്ലോ. അതുകൊണ്ടാണ് അവർ തമ്മിലുള്ള ബന്ധം വളരെ ടൈറ്റാണ്. അതുകൊണ്ടാണ് 20 ലക്ഷം രൂപ എടുത്ത് കൊടുക്കുന്നത്.
മേ ബി ഇനി നാളെ ബാദുഷയ്ക്ക് വേണമെങ്കിൽ ക്ലെയിം ചെയ്യാം. ഞാൻ 5 വർഷം അയാൾ നോക്കിയ സമയത്ത് ഒരു രൂപ പോലും ഞാൻ അയാളോട് ചോദിച്ചിട്ടില്ല. ഈ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ മാനേജേഴ്സ് അല്ലെങ്കിൽ ഇനി ഒന്നും വേണ്ട, ഒരു ആക്ടറിനെ മാനേജ് ചെയ്യുന്ന ഒരാൾ സാധാരണ രീതിയിൽ ഇൻഡസ്ട്രിക്കകത്ത് എന്ന് പറഞ്ഞാൽ 10%, ഒരു വർക്ക് വന്നതിന് 10% കമ്മീഷൻ എടുക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്. ബാദുഷയ്ക്ക് വേണമെങ്കിൽ അങ്ങനെ ക്ലെയിം ചെയ്യാം. ഇന്ന ടൈമിൽ ഇന്ന ഒരു 5 വർഷമായിട്ട് ഞാൻ ഈ വ്യക്തിയുടെ കൂടെ ഉണ്ടായിരുന്നു, അയാൾക്ക് ഇത്ര പടം വന്നു, അതിനൊന്നും ഞാൻ അയാളുടെ പേയ്മെൻറ്റ് മേടിച്ചിട്ടില്ല, ഞാനപ്പോൾ 10% വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് ഞാൻ ഇത്ര രൂപ എടുത്തു, പറയാവുന്ന കേസേ ഉള്ളൂ. അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിനൊരു എക്സ്പ്ലനേഷൻ വരാം. ഓക്കെ, ഞാനിത് ആളുകൾ അറിയാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, ഇനി ബാക്കി നമുക്ക് നോക്കാം. ആൻസർ ചെയ്ത് കൊടുത്ത് ഒരാഴ്ച കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈ പിന്നെ ആളെ പടങ്ങൾ നമുക്ക് വേറെ അഭിനയിക്കാനൊക്കെ ഉണ്ട്. അങ്ങനെ വെയിറ്റ് ചെയ്ത് പിന്നെ അത് കഴിഞ്ഞ് ഈ പടം കഴിഞ്ഞ് ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴേക്ക് കൊറോണ വന്നു. കൊറോണ വന്നപ്പോൾ പിന്നെ 2 കൊല്ലം പിന്നെ ലോക്ക്ഡൗൺ ആയില്ല, പടങ്ങളൊന്നുമില്ല. കൊറോണയ്ക്ക് ശേഷം പടങ്ങളൊക്കെ മൊത്തം പടത്തിൻ്റെ രീതി തന്നെ മാറിയല്ലോ. മാറിയപ്പോൾ ഞാൻ വിചാരിച്ചു അതുകൊണ്ടായിരിക്കും നമുക്ക് പടങ്ങളൊന്നും വരാത്തത്. അപ്പം ഞാൻ പിന്നെ ആ സമയത്ത് കൊറോണ സമയത്ത് ഈ ബാദുഷ കുറേ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യേണ്ടായിരുന്നു. ആ സമയത്തൊക്കെ നമ്മളെ വിളിക്കും, ഹരീഷ പിന്നെ ഇന്ന സ്ഥലത്ത് നമുക്ക് ഒരു ഇത്ര TV കൊടുക്കണം. അപ്പോൾ നമ്മൾ ആ TVക്കുള്ള പൈസ അയച്ചു കൊടുക്കുന്നത്, ഫുഡിനുള്ള പൈസ എന്ന സ്ഥലത്ത് നമ്മൾ എങ്ങനെ ചെയ്യുന്നുണ്ട്, ഒരു പിന്നെ ഫുഡ് പാക്ക് ചെയ്തിട്ട് എല്ലാ സ്ഥലത്തും എത്തിച്ചു കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട്, അതിന് നമ്മൾ പൈസ അയച്ചു കൊടുക്കുന്നത്. അതിന് എനിക്ക് തോന്നുന്നു ഞാൻ 50,000 ഉറുപ്പിക അയച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ അയച്ചു കൊടുക്കുന്നു. പിന്നെ അതേപോലെ പെട്ടെന്നൊരു പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ പെട്ടെന്ന് മരിച്ച സമയത്ത് ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് അന്ന് ഞാൻ ഇതേപോലെ ഒരു 50,000 അയച്ചു കൊടുത്തു. അപ്പം പിന്നെ അതൊക്കെ ഞാൻ ചാരിറ്റി എല്ലാം ചാരിറ്റി ചെയ്ത് നമ്മൾ, കാരണം പിന്നെ ഇതൊക്കെ ചെയ്ത ബാദുഷ ഭയങ്കര ചാരിറ്റി പ്രവർത്തകനുമായി, നമ്മളൊന്നും സഹായിക്കാതെ ബാദുഷയ്ക്ക് ഡോക്ടറേറ്റ് കിട്ടുന്നത് അതൊക്കെ പോട്ടെ. അപ്പം വളരെ കൂളായിട്ട് ആശാൻ പറഞ്ഞു വെച്ചത് ലൈറ്റ് ഉണ്ട് ഇതിൽ അനീഷ് കണ്ണാരൻ. അതായത് നമ്മളും ഇയാൾ വിളിച്ചു പറയുമ്പോൾ പൈസ കൊടുക്കാറുണ്ട് അയാൾക്ക്, അയാൾ മീഡിയേറ്ററായിട്ട് നിന്നിട്ടുള്ള ചാരിറ്റിക്ക്. ലാസ്റ്റ് അയാൾക്ക് ഡോക്ടറേറ്റ് കിട്ടിയിട്ട് പോയി. ഇവിടുത്തെ പല ചാരിറ്റി നന്മമരങ്ങളുടെയും ബാക്ക് സ്റ്റോറി ഇത് തന്നെയാണ്. പല ബിസിനസ്സുകാരും സിനിമാക്കാരും അത്യാവശ്യം ഫണ്ട് കയ്യിലുള്ളവരൊക്കെ നന്മ ചെയ്യണം അല്ലെങ്കിൽ ഒരാളെ സഹായിക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ നേരിട്ടിറങ്ങി അവർക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും അല്ലെങ്കിൽ അത് 10 ആളെ കാണിച്ച് ചെയ്യേണ്ട എന്ന് വിചാരിച്ചത് കൊണ്ടും ഒക്കെ ഇരിക്കുന്ന ആളുകൾ ഇതേപോലുള്ള മീഡിയേറ്റേഴ്സ് വരുമ്പോൾ അവരുടെ കയ്യിൽ പൈസ എടുത്ത് കൊടുക്കും. അവരെടുത്ത് കൊടുത്തിട്ട് ലാസ്റ്റ് അതിൻ്റെ ഫുൾ ഫെയിം, നന്മമരം ഫെയിം, ഇവർ ആ ക്രെഡിറ്റ് അവരുടെ ബുക്കിൽ എഴുതി വെച്ച് അവർ മേടിച്ച് നാട്ടുകാരെ മുന്നിൽ ഞാനാണേ നന്മവരം എന്നൊക്കെ പറഞ്ഞ് നടക്കും. അതിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഇതിനകത്ത് ഹരീഷ് പറഞ്ഞു വയ്ക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇതിനകത്ത് ഇപ്പോൾ പലരും വിചാരിക്കുന്നുണ്ടാവും ഹരീഷ് കണാരൻ വളരെ ഷോർട്ട് ടൈമിലാണ് സിനിമയിൽ ഉണ്ടായിരുന്നത്, വളരെ ഷോർട്ടായിട്ടുള്ള സമയത്താണ്, പക്ഷേ ഉള്ള ടൈമിൽ എല്ലാ സിനിമയിലും ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഇയാൾ 50,000 എടുത്ത് കൊടുക്കുന്നു, 20 ലക്ഷം എടുത്ത് കൊടുക്കുന്നു? ഇൻഡസ്ട്രിക്കകത്ത് പൊതുവേ പറഞ്ഞു കേട്ടൊരു ഐറ്റം ഉണ്ട്, ഒരു ഡേക്കാണ് ഇയാൾ പൈസ പറഞ്ഞിരുന്നത്. ഹരീഷ് കണാരൻ ഒരു ടൈമിൽ ഒരു ഡേക്കാണ് പൈസ പറഞ്ഞിരുന്നത്. അത് ഹിയർസേ ആണ്, എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ചില പ്രൊഡ്യൂസേഴ്സ് ചില ഡയറക്ടേഴ്സ് ഒക്കെ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ഇയാൾ ഒരു ദിവസം ഒരു 1.5 ലക്ഷം അങ്ങനെയൊക്കെ പൈസ ചോദിച്ചിട്ടുണ്ട് അത്ര ഇയാളുടെ പീക്ക് ടൈമിൽ. ഒരു സിനിമയുടെ ഒരു ഫുൾ കമ്മിറ്റ്മെൻ്റ് അല്ല അയാൾ പറയുക. ഒരു സിനിമ അഭിനയിക്കണമെന്നുണ്ടെങ്കിൽ അയാളുടെ പോർഷൻ കേട്ടതിന് ശേഷം ഈ സിനിമയ്ക്ക് എനിക്ക് ഇത്ര റെമ്യൂണറേഷൻ നോ, ഒരു ദിവസം അയാളുടെ ഷോട്ടും അയാൾക്ക് എത്ര ദിവസം ഉണ്ട് ആ എടുത്ത് തീർക്കാൻ ഒരു ദിവസം അയാൾക്ക് 1.5. അയാൾ ഒരു സെറ്റിൽ നിന്ന് വേറെ സെറ്റിലേക്ക് പോകും. ചില നടന്മാരുണ്ടല്ലോ ഒരു സിനിമ കമ്മിറ്റ് ചെയ്ത് അവിടെ തന്നെ നിൽക്കും. ഇയാളൊരു കൊമേഡിയൻ ആയതുകൊണ്ട് ഇയാൾക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇയാളൊരു സിനിമയിൽ ത്രൂ ഔട്ട് ചിലപ്പോൾ ഉണ്ടാവില്ല, ചില പോർഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇയാൾക്ക്. അപ്പോൾ ഇയാൾക്ക് ഒരു സിനിമ കഴിഞ്ഞാൽ അടുത്ത സിനിമയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കും, ഒരു ദിവസം തന്നെ 2 സിനിമ ഷൂട്ട് ആകുമ്പോഴത്തേക്ക് ഒരു ദിവസത്തെ പേയ്മെൻറ്റ് ഇയാൾക്ക് ഒരു 3 ലക്ഷം വരില്ലേ? അങ്ങനെ ഇയാൾ ആ ടൈമിൽ എത്ര സിനിമകളിലുണ്ടായിരുന്നു, ആ സിനിമയിലൊക്കെ എത്ര ദിവസം ഷൂട്ട്, അങ്ങനെ പിന്നെ സ്റ്റേജ് ഷോ, പ്രോഗ്രാം. സോ അത്യാവശ്യം ഫണ്ട് ഇയാളുടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ബാദുഷ ചോദിച്ചതും ഇയാളെടുത്ത് കൊടുത്തതും. ഓക്കെ, പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും അടുത്ത ബന്ധം നമുക്ക് എപ്പോഴും ലൈഫിൽ തിരിച്ച് ഒരു എന്താ പറയുക ശത്രുവായിട്ട് വരണമെന്നുണ്ടെങ്കിൽ കാശ് കടം കൊടുത്ത് തിരിച്ച് ചോദിച്ചാൽ മതി, അപ്പോഴത്തേക്ക് അത് ശത്രുവും. അതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മളെ സൗഹൃദം അങ്ങനെയൊക്കെ മുന്നോട്ട് പോയിണ്ടായി. അപ്പം ഞാൻ വീട് പണി തുടങ്ങിയ സമയത്ത്, കൊറോണയൊക്കെ കഴിഞ്ഞ് ഞാൻ വീട് പണി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പിന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ വീട് പണി ഒരു ഏകദേശം തീരേണ്ടത് ഇപ്പം ലാസ്റ്റിൽ കുറച്ച് പൈസേൻ്റെ ഉണ്ട്, അപ്പോൾ അതൊക്കെ പൈസ ഇട്ട് ചോദിച്ചു. തരടാ ഞാൻ വെടിക്കെട്ട് റിലീസാവട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വെടിക്കെട്ട് റിലീസായി, എന്നിട്ടുമില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്നെ വിളിച്ചിട്ട് ARMൽ കുറച്ച് ഡേറ്റ് തന്നിട്ടുണ്ടായി, ഒരു 10-40 ദിവസം വേണമെന്നും പറഞ്ഞിട്ട് ഡേറ്റ് തന്ന്. ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചായിക്കോട്ടെ, ഓക്കെ ഓൾറെഡി പടം തരുന്നുണ്ടല്ലോ, എന്നാൽ ആ പടമെങ്കിലും കിട്ടിയാൽ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പോൾ വെടിക്കെട്ട് റിലീസായ സമയത്ത് ഞാൻ വീണ്ടും ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് പിന്നെ വെടിക്കെട്ട് ഭയങ്കര നഷ്ടമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇടവേള ബാബുച്ചേട്ടനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ബാബുച്ചേട്ടൻ ഇങ്ങനെ
ഇങ്ങനെ കുറച്ച് പൈസ എനിക്ക് തരാണ്ടേന്ന് ഒന്ന് പറയുമെന്ന് ചോദിച്ചു. അപ്പം ചോദിച്ചിട്ട് ഞാൻ സംസാരിക്കട്ടെ എന്ന് സംസാരിച്ച് എന്നെ വിളിച്ച് പറഞ്ഞ് എടാ പിന്നെ തരാണ്ടെന്നൊക്കെയാണ് പറയുന്നത്, പക്ഷേ നമ്മൾ കുറേ ആൾക്കാർ ഇതേപോലെ പ്രശ്നമായിട്ട് വരുന്നുണ്ട്. അപ്പം ഒരു കാര്യം ചെയ്യുക, എങ്ങനെയെങ്കിലും ചോദിച്ചും എങ്ങനെ പിന്നെ തെറ്റാൻ നിൽക്കണ്ട, ചോദിച്ച് വാങ്ങുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ പടവുമില്ല, പറഞ്ഞ പടവുമില്ല, ഒരു പരിപാടിയും ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ആ ക്യാരക്ടർ ചിലപ്പോൾ മാറിപ്പോയി വിചാരിച്ചു. പിന്നെ ഞാൻ ഒരു ദിവസം ഏഷ്യാനെറ്റിൻ്റെ ഒരു അവാർഡ് നൈറ്റിന് പിന്നെ ടോവിനോ ഞാൻ അവർ ARMൻ്റെ പ്രൊമോഷന് വേണ്ടി ഞാനൊരു അവാർഡ് കൊടുത്ത് ഇറങ്ങി. ഞാൻ നേരെ പോന്നിട്ട് ഞാൻ എനിക്ക് തോന്നുന്നു 5-8 കിലോമീറ്റർ പോന്നിട്ട് ഞാൻ വെറുതെ ടോവിനെ വിളിച്ച് ഞാൻ അവിടെ ഉണ്ടായി. ഞാൻ പിന്നെ ഞങ്ങൾ തിരക്കായതുകൊണ്ട് ഞാൻ പിന്നെ വരാത്ത കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ എവിടെ ഉണ്ടോ ചോദിച്ചു. ചേട്ടൻ പോയി ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നു. എവിടെ എത്തി ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് ദൂരം പോകുന്നു, ഒരു 5-8 കിലോമീറ്റർ ഓടിയുണ്ട്. ചേട്ടാ അവിടെ വണ്ടി സൈഡാക്കി എനിക്ക് ലൊക്കേഷൻ അയച്ചുകൊണ്ട് ഞാൻ ചേട്ടൻ്റെ അടുത്ത് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച് കെട്ടിപ്പിടിച്ച്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ചേട്ടൻ നമ്മൾ പടത്തിൽ ARMൽ വിളിച്ചിട്ട് എന്തേ വരാത്ത ചോദിച്ചു. ചേട്ടന് ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞു. ചേട്ടൻ ഒരു റെസ്പോൺസും ഇല്ല, ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഡേറ്റൊക്കെ ഉണ്ടായി, ഞാൻ വീട്ടിലുണ്ടായി, ഞാൻ ഫ്രീ ആണ്, വേറെ പടങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ഇത് പുറത്ത് വിട്ടപ്പോൾ ഞാൻ പിന്നെ ഇപ്പം ഇങ്ങനെ കുറേശ്ശെ രണ്ടാമത് ഇങ്ങനെ ഇപ്പം സോൾട്ട് മെങ്കോട്ടിൻ്റെ ഡയറക്ടർ രാജേഷ് നായർ ചെയ്യുന്ന ഒരു സിറ്റ്കോം ഉണ്ട് മനോരമയ്ക്ക് വേണ്ടിയിട്ട്, അതിൽ ഷൂട്ടില്ല. അപ്പോൾ അവിടെ നിന്നൊക്കെ നമ്മൾ ഓരോ യൂണിറ്റിലും അവിടെ ഇവിടെയൊക്കെ ഉള്ള ഓരോരുത്തർ നമ്മളോടത്ത് പറയുന്നു ഇങ്ങനെ എന്നെന്നമായി നിങ്ങളെ പറ്റിയിട്ട് ഭയങ്കര നെഗറ്റീവ് പരിപാടികൾ പല സ്ഥലത്തും. അപ്പം പല ആൾക്കാരെടുത്തും ഇയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഹരീഷ് കണാരൻ ഒന്ന് ഭയങ്കര ഹിറ്റായത് പൈസ തിരിച്ച് കിട്ടാത്തൊരു സ്കീം മാത്രമല്ല. പൈസ ഓബിയസ്ലി 20 ലക്ഷം ചെറിയ പൈസ ഒന്നുമില്ല. ഇനി എത്ര പൈസക്കാരനാണെന്നുണ്ടെങ്കിലും ഒരു രൂപ പോലും നമ്മൾ അധ്വാനിച്ച് വേറൊരാൾ നമ്മളിൽ നിന്ന് കടം മേടിച്ച് കൊണ്ടുപോയിട്ട് പിന്നെ തിരിച്ചു തരാത്തൊരവസ്ഥ വന്നാൽ നമുക്ക് പൊട്ടും. ഇത് അതിൽ കൂടുതൽ ഇയാളെക്കുറിച്ച് ബാദുഷ ഇൻഡസ്ട്രിയിൽ പറഞ്ഞു നടന്ന കാര്യങ്ങൾ. ഇനി ഞാൻ വേറെ കാര്യം പറയാം, ബാദുഷ മാത്രം പറഞ്ഞു നടന്ന് ഇങ്ങോട്ട് പരത്തിയതാണോ എന്നുള്ളതും എനിക്കറിയാൻ പാടില്ല. അത്യാവശ്യം ഇയാളെക്കുറിച്ച് ഞാനും ഇങ്ങനെ ചോദിച്ചറിഞ്ഞ സമയത്ത് ഇയാൾ ഭയങ്കര അഹങ്കാരിയായിരുന്നു ആ ടൈമിൽ. അത്യാവശ്യം നല്ല അഹങ്കാരം എല്ലാവരോടും കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ പേര് ചവിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു സംഗതി പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഈ എന്താ പറയുക, ഒരു ചെറുതായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിനകത്തേക്ക് മണ്ണെണ്ണയോ പെട്രോളോ ഒഴിച്ചു കൊടുത്താൽ അതിൽ ബാദുഷയും പോയി കത്തിച്ചിട്ടുണ്ടാവും. 20 ലക്ഷം റുപ്യ 20 ലക്ഷം തിരിച്ചു കൊടുത്തതിന് ദേഷ്യമാണോ എന്നും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മളെ കയ്യിലിരുന്ന ഒരു ആർട്ടിസ്റ്റ് നമ്മളെ കയ്യിൽ നിന്ന് വളർന്ന് വലുതായി പിന്നെയും മുന്നോട്ട് പോകുമ്പോൾ എന്താ പിന്നെ അങ്ങനെ പോകേണ്ട, നമ്മളെ കയ്യിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം. ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ട്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സാണ്, അവരാണ് സത്യത്തിൽ സിനിമ ഭരിക്കുന്നത്. അവരുടെ കയ്യിലാണ് എല്ലാം. നടന്മാരാണെങ്കിലും നടിമാരാണെങ്കിലും ഡയറക്ടേഴ്സ് ആണെങ്കിലും പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും ഒക്കെ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് അവരുടെ കയ്യിലാണ് ഗെയിം ഇരിക്കുന്നത്. അപ്പോൾ അവർ വിചാരിച്ചാൽ ഇതേപോലെ കുത്താം, ഒരു വിഷയമല്ല, സുഖമായിട്ട് കുത്താം. ഇപ്പോൾ ഈ ARMൻ്റെ കേസിൽ ARM എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ മാസീവ് ഹിറ്റാന്ന് നമുക്കറിയാം. ആ ഒരു സിനിമയ്ക്കകത്തൊരു ഓപ്പർച്യൂണിറ്റി പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഇതേപോലെ ഒരു വ്യക്തി കാരണം പോവുക, അല്ലെങ്കിൽ ആ വ്യക്തി തന്നെക്കുറിച്ച് പറഞ്ഞു നടന്ന കാര്യങ്ങൾ താൻ സഹായിച്ചിട്ടും താൻ ആ വ്യക്തി തനിക്കിങ്ങനെ മോശം പറഞ്ഞു നടക്കുന്നു, തന്നെക്കുറിച്ച് മോശം പറഞ്ഞു നടക്കുന്നു എന്ന് പറയുന്നത് ഇതൊരു വേറെ കൈൻഡ് ഓഫ് ഇമോഷനാണ്. അത് ഹരീഷ് കണാറിനെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ഇല്ല, ഫ്രെയിമിലില്ല, കുറേ കാലമായിട്ട് സീനിലില്ല ഇയാൾ. അപ്പോൾ ഏത് തരത്തിൽ ഇയാൾ സൈഡായി അല്ലെങ്കിൽ സൈഡാക്കപ്പെട്ടു എന്നുള്ളത് നമുക്ക് തന്നെ ആലോചിക്കുമ്പോൾ ശരിയാണല്ലോ, എവിടെയെന്ന് ചെങ്ങായി എന്നുള്ള ചിന്തിക്കേണ്ട അവസ്ഥയിൽ നിൽക്കുമ്പോൾ അയാൾക്ക് എത്രത്തോളം അത് ഹിറ്റായിട്ടുണ്ടാവും. അതും അയാളുടെ കരിയറിൻ്റെ ഏറ്റവും പീക്ക് എന്നാണ് അയാൾ ചാടുന്നത്, ഏറ്റവും ടോപ്പ് എന്നാണ് ടപ്പയെന്ന് പറഞ്ഞ് താഴത്തേക്ക് വീഴുന്നത് സിനിമയൊന്നും ഇല്ലാതെ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എല്ലാം മിക്സാണ്. ഒന്ന് അയാൾ ആ പീക്കിൽ നിന്ന സമയത്ത് കാണിച്ച അയാളുടെ കുറേ എന്താ പറയുക ബാക്കിയുള്ളവരോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, പ്ലസ് ഇതേപോലെ ഒപ്പം നിന്ന ആളുകൾ ഒപ്പം നിന്ന് പണിഞ്ഞിട്ട് പോയതും എല്ലാം കൂടിയും കൂട്ടിയിട്ടാണ് ഇയാൾക്ക് ഈ ഒരു അവസ്ഥ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അത്രയും വിശ്വസിച്ചൊക്കെ നന്ന ഒരാൾ പെട്ടെന്ന് നമ്മളെ പറ്റി ഇങ്ങനെയൊക്കെ നെഗറ്റീവ് പറഞ്ഞ് നമ്മളായിട്ട് പിന്നെ ഒക്കെ പോട്ടെ, നമ്മളെ പൈസ തിരിച്ചു തരണ്ട, എന്നാലും നമ്മളെ ഈ അന്നം മുടക്കേണ്ട കാര്യമില്ലല്ലോ. ഇതിൽ ഈ പറയുന്ന പോലെ ആവശ്യപ്പെട്ടതിന് ശേഷം ബാദുഷയുടെ ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണമോ മറ്റോ ഉണ്ടായോ? ഒന്നും ഉണ്ടായില്ല. ഇല്ലില്ല. അദ്ദേഹം എന്താ പറയുന്നത്? ഇല്ല, ഒന്നും എന്നെ വിളിച്ചില്ല, വേറെ മെസ്സേജ് അയച്ചില്ല, ഒരു സംഭവമില്ല. ഈ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണോ? സിനിമയെന്ന് ഇനി ചിലപ്പോൾ ചിലപ്പോൾ ഒരു ഹ്യൂമറിൻ്റെ ഒരു കാലഘട്ടം ചിലപ്പം കഴിഞ്ഞിട്ട് ഇപ്പോൾ പുതിയൊരു ഹ്യൂമർ പരിപാടികളാണല്ലോ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. എന്നാലും എന്തെങ്കിലും പരിപാടികളായിട്ട് ചെറിയ പരിപാടികളൊക്കെ നമുക്ക് കിട്ടുമല്ലോ. അതുപോലും ഇല്ലാതെ ഞാൻ 2 വർഷം ആയിട്ട് ഒരു പടം പോലും ചെയ്തില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം.
ഈ വിഷയത്തിൽ അമ്മയിൽ ഏതെങ്കിലും തരത്തിലുള്ള പരാതി നൽകിയിട്ടുണ്ടോ? ഇല്ല, അമ്മയിൽ ഞാൻ അന്നാ വിളിച്ച് പറഞ്ഞ അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ പരാതിയായിട്ടൊന്നും ഞാൻ കൊടുത്തിട്ടൊന്നുമില്ല. ഈ അക്കൗണ്ട് ത്രൂ ആണ് പൈസ നൽകിയതെന്ന് പറയുന്നു. അപ്പോൾ ഇനി എന്താണ് ഹരീഷിൻ്റെ നിലപാട്? അക്കൗണ്ട് ത്രൂ ആണ് പൈസ കൊടുത്തത്. പക്ഷേ ഇനി എന്താണെന്നുള്ളത് ഞാൻ തീരുമാനിച്ചിട്ടൊന്നുമില്ല. ഇതിപ്പോൾ ഇങ്ങനെ തുറന്നു പറഞ്ഞോണ്ട് ഇനിയിപ്പം സിനിമയിൽ നിന്ന് മൊത്തം ചവിട്ടി പുറത്താക്കുമെന്ന് പറയാൻ പറ്റില്ല. ഈ നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ടോ? കാരണം നമ്മൾ രാവിലെ 7 മണിക്ക് വന്നിട്ട് രാത്രി 9:30 വരെ അധ്വാനിച്ച പൈസയാണ്, കഷ്ടപ്പെട്ട്. അല്ലാതെ ഒരു സിനിമ നടനായിച്ചിട്ട് സിനിമയിൽ നല്ല അധ്വാനമുണ്ട്. നമ്മൾ സിനിമയിലെത്താൻ ഒരുപാട് അധ്വാനിച്ചിട്ടാണ്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് സിനിമയിലെത്തുന്നത്. സിനിമയിലെത്തിയിട്ട് ബ്രേക്ക് കിട്ടുക എന്ന് പറയുന്നത് ഭാഗ്യമാണ്. ആ സമയത്ത് നമ്മൾ എഫേർട്ട് എടുത്ത് നമ്മൾ ഉണ്ടാക്കിയ ഒരു പൈസയാണ് അയാൾക്ക് എടുത്തു കൊടുത്തത്. അത് കാരണം നമ്മളെ കുട്ടികൾ അനുഭവിക്കേണ്ട പൈസയാണ്. കാരണം ഈ ന്യൂസ് വന്നപ്പം മറ്റേ ഏറാമിൻ്റെ ഡയറക്ടർ എനിക്ക് മെസ്സേജ് അയച്ച്, ഹരീഷ് ഭായി ഞങ്ങൾ അറിഞ്ഞില്ല അതൊന്നും, ഞങ്ങളടുത്ത് പറഞ്ഞത് പിന്നെ ഒരു റെസ്പോൺസും ഇല്ല, ഫോണേ എടുക്കുന്നില്ല എന്നുള്ളതാണെന്ന് പറഞ്ഞത്. മനഃപൂർവ്വം ഈ പറയുന്ന പോലെ ഉപദ്രവിക്കുകയായിരുന്നു ആയിരിക്കും. കാരണം അയാൾക്ക് അതിനുള്ള പവർ ഉണ്ടല്ലോ. അതാണ് അതിൻ്റെ ഒരു ഇത്, അയാൾക്ക് അതിനുള്ള പവർ ഉണ്ടല്ലോ. ബാബു ഇക്ക ഈ ഇൻ്റർവെൽ ബാബുവിനോടൊക്കെ പോയിട്ട് പറഞ്ഞിട്ട് എന്ത് കാര്യം? അയാൾ തന്നെ തൊട്ടും തൊടിയില്ലാതെ ഈ പറഞ്ഞ പോലെ തൊട്ടും എന്താ പറയുക, ഒന്നിനോടും അങ്ങോട്ട് പ്രത്യേകിച്ച് ഒന്നിനോട് അലമ്പിനോ കച്ചറയ്ക്കോ പോകണ്ട, ഇല്ലെങ്കിൽ ആരെങ്കിലും ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലെല്ലാം ഒരു ഡിപ്ലോമാറ്റിക് ലൈനിൽ തീർക്കണം എന്നൊക്കെയുള്ള രീതിയിൽ AMMയുടെ തലപ്പത്തിരുന്നൊരു മനുഷ്യനല്ലേ. പിന്നെ അയാളുടെ ഒന്നും പറഞ്ഞു പോയിട്ടൊന്നും കാര്യമൊന്നും ഉണ്ടാകുന്നില്ല. സംഘടന ഇതിന് ഇടപെട്ടിട്ട് പ്രത്യേകിച്ച് ഇയാൾക്കൊന്നും മേടിച്ച് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതൊക്കെ പല ടേംസിലായിരിക്കും സംസാരങ്ങൾ പോകുന്നത്. ഇപ്പോൾ ബാദുഷേനോട് ചോദിച്ചാൽ, ബാദുഷ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ 5 കൊല്ലം അവനെ ഡീൽ ചെയ്തതാണ്, എനിക്കൊരു രൂപ പോലും അവൻ തന്നിട്ടില്ല, ഇത് ഞാൻ കടമായിട്ട് ചോദിച്ചതല്ല, ഇതിൻ്റെ 10% ഞാൻ അവന് പിടിച്ചു കൊടുത്ത സിനിമയ്ക്കും വർക്കിനുമുള്ള കമ്മീഷനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല അതിനകത്ത്. മനസ്സിലായോ? ഇനിയിപ്പോൾ 20 ലക്ഷം രൂപ കൊടുത്തു, ഇപ്പോൾ ഇറങ്ങിയ സിനിമകളൊക്കെ പൊട്ടി, എൻ്റെ കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പോൾ റേച്ചിൽ വരുന്നുണ്ട്, അതിൻ്റെ എനിക്ക് തോന്നുന്നത് ഇയാളാണ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങാണ്ടാ തോന്നുന്നുണ്ട്, ബാദുഷ പ്രൊഡക്ഷൻസോ അങ്ങനെ എന്തൊക്കെയോ ഇയാൾക്ക് പരിപാടികളൊക്കെ ഉണ്ടല്ലോ. സിനിമ എന്ന് പറഞ്ഞ ഈ ഒരു സ്കീമിനകത്ത് ഞാനിതിനു മുമ്പ് ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ഒരുത്തനെ ഞാൻ അടുത്ത് കാണിച്ചിട്ടുണ്ട്. ചിലരൊക്കെ നല്ലവരുണ്ട്. ഇപ്പോൾ ഈ ബാദുഷേൻ്റെ കേസിലാണെങ്കിലും ചിലർക്കൊക്കെ നല്ലത് ചെയ്തിട്ടുണ്ടാവും, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ 20 ലക്ഷം രൂപയ്ക്ക് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്, 20 ലക്ഷം രൂപ നിങ്ങൾക്ക് ചോദിച്ച സമയത്ത് എടുത്തു തന്നൊരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്കെങ്കിലും നിങ്ങൾ ഈ വ്യക്തിയെ കൺസിഡർ ചെയ്യണ്ടേ? പിന്നെ അതല്ലാതെ ഈ ഒരു വ്യക്തിയുടെ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ തട്ടിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇയാളുടെ ഒരു ഓപ്പർച്യൂണിറ്റിയെങ്കിലും നിങ്ങൾ ഒഴിവാക്കി, നിങ്ങളുടെ ഒരു ഈഗോ കാരണം നിങ്ങൾക്ക് തന്ന പൈസ ഇയാൾ തിരിച്ചു ചോദിച്ചു എന്നുള്ള കാരണം നിങ്ങൾ ഒഴിവാക്കിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാദുഷ നിങ്ങൾക്ക് കർമ്മ എന്ന് പറഞ്ഞൊരു സാധനം തിരിച്ചു കിട്ടാതിരിക്കുമോ? സിനിമകൾ ഇറക്കുന്ന ഒരാളാണല്ലോ, ഇയാൾക്കൊരു വേദന കാണുമല്ലോ. ഇപ്പോൾ എത്ര പൈസ ഉള്ള ഒരാളാണെങ്കിലും ആ പൈസയ്ക്ക് ഉപരി അയാളുടെ ഒരു ഓപ്പർച്യൂണിറ്റി, അയാൾ ചെയ്തിരുന്ന വർക്കിൽ നിന്ന് തന്നെ അയാളെ മാറ്റുന്ന രീതി സ്കീം പരിപാടി നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അയാൾ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കർമ്മ നിങ്ങൾക്ക് കിട്ടാതിരിക്കില്ലല്ലോ. അതൊക്കെ നിങ്ങളിന്ന് കൺസിഡർ ചെയ്തിട്ടെങ്കിലും കൊടുക്കാനുള്ള കാശ് കൊടുത്തിട്ട് അയാളെ ഒഴിവാക്കുക എന്നുള്ളൊരു സ്കീം ചെയ്യണം. ഓക്കെ? അല്ലാതെ ഇനി ഇതിൻ്റെ മുകളിലോ നീ തുറന്നു പറഞ്ഞില്ലേ നിന്നെ ഇനി എല്ലാ സിനിമയിൽ നിന്നോട് തട്ടിക്കളയാം എന്നൊക്കെ പറഞ്ഞാലും ഇപ്പോൾ സോഷ്യൽ മീഡിയയും യൂട്യൂബും അല്ലെങ്കിൽ ബാക്കി പരിപാടികളൊക്കെ വളരെ സൗണ്ടായിട്ട് നിൽക്കുന്നൊരു സമയമാണ്. ഈവൺ OTTസിലാണെങ്കിൽ പോലും ഇയാൾക്ക് അത്യാവശ്യം OTT വാല്യൂ ആണെങ്കിൽ കിട്ടും. ഓക്കെ? ഏതെങ്കിലും പ്രൊജക്റ്റിൽ ആരെങ്കിലും പിടിച്ചിടാം. എല്ലാം ഇപ്പോൾ സിനിമയെ കൂടി തന്നെ അങ്ങോട്ട് ഈ പറഞ്ഞ സ്കീമിലുണ്ടാക്കി കൊണ്ടുപോകണമെന്നൊന്നുമില്ലല്ലോ. ഹരീഷ് കണാറിൻ്റെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടാണെങ്കിലും അയാൾ ജീവിച്ചു പോകും. നിങ്ങൾ ഇതേമാതിരി ഇങ്ങനെ പറ്റിച്ച് പോയി എന്നുള്ളൊരു പേരിൽ മുന്നോട്ടും പോകും. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അയാൾ പറഞ്ഞത് ജെന്യുവിൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഭാഗം കേൾക്കാൻ എനിക്ക് പേഴ്സണലി താല്പര്യമുണ്ട്, നിങ്ങളുടെ ഭാഗം കേൾക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതിന് ഞാൻ റിയാക്ട് ചെയ്യാം. അല്ലാത്ത പക്ഷേ ഇയാൾ പറഞ്ഞ് ഈ പൈസയുടെ കണക്ക് ശരിയാണെങ്കിൽ ആ പൈസ നിങ്ങൾ തിരിച്ചു കൊടുക്കാനുള്ള കാശാണെങ്കിൽ നിങ്ങൾ തിരിച്ചു കൊടുത്തേ പറ്റൂ. പിന്നെ ഓപ്പർച്യൂണിറ്റീസ് ഞാൻ പറഞ്ഞ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് ആണ്, ചില ആളുകളാണ് സീന്. അവർ വിചാരിച്ച ഈ പറഞ്ഞ പോലെ വളർത്താനും തളർത്താനും ഒക്കെ പറ്റും. അവരെല്ലാം ഗെയിം ഇരിക്കുന്നത് അതെല്ലാവർക്കും അറിയുന്ന കേസുമാണ് മലയാളത്തിൽ. നല്ല ഒട്ടുമിക്ക എല്ലാ ഇൻഡസ്ട്രിയിലും ഇങ്ങനത്തൊക്കെ തന്നെയാവും പരിപാടികൾ. എന്താണെങ്കിൽ ഹരീഷ് കണാറിന് കുറച്ച് സിനിമയൊക്കെ കിട്ടട്ടെ. പിന്നെ ഹരീഷ് കണാറിന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരേ മാതിരി ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഓക്കെ? ഒരേ സാധനമായിരുന്നു സിനിമയിലൊക്കെ ഡെലിവർ ചെയ്തിരുന്നത്. ഏത് ക്യാരക്ടറാണെങ്കിലും ഒരേ സാധനമായിരുന്നു. അത് കുറച്ച് അരോചകമായി തുടങ്ങിയത് നാട്ടുകാരുടെ ഇടയിൽ ഒന്ന്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ബാദുഷ പറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങളങ്ങനെ ഒരു എന്താ പറയുക നെഗറ്റീവ് ഫ്രെയിമിലേക്ക് ആളുകൾ എടുത്തു എന്നുള്ളതിലും കുറച്ചുണ്ട്. അതിലുപരി നിങ്ങൾ ഒരു ടൈമിൽ ഭയങ്കരമായിട്ട് ഇൻഡസ്ട്രിക്കകത്ത് ബാക്കിയുള്ളവരോട് കാണിച്ചിരുന്ന ഒരു ആറ്റിറ്റ്യൂഡും ആളുകളുടെ മൈൻഡിലുണ്ട്. ഓക്കെ? അപ്പോൾ അതെല്ലാം കൂടി വന്നപ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു വീഴ്ച സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും കൊടുത്ത പൈസ തിരിച്ച് കിട്ടട്ടെ. കിട്ടുമായിരിക്കും അല്ലേ?
അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കാശ് കൊടുത്ത് നമ്മളൊരു ശത്രുവിനെ വാങ്ങി എന്നുള്ള സ്കീമിലേക്ക് നിങ്ങളും മാറും.